السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 171 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമുക്ക് ഭക്ഷണം തന്നവരും സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ ഒരു ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 171 പേജിന്റെ പാരായണമാണ് നമ്മൾ ആദ്യം നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقطعناهم 12 أسباطا أمما أوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون واسألهم عن القرية التي كانت حاضرة البحر يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 160 മുതൽ 163 വരെയുള്ള 4 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 9-ാം ജുസ്ഇലെ 171 പേജ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം ബനൂ ഇസ്രായേൽ അല്ലെ, അവരെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അവരെല്ലാവരും മോശക്കാരില്ലെന്നും സത്യസന്ധരായ നല്ലവരായ ചിലരെങ്കിലും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അവരെപ്പറ്റി ഏതാനും ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് അവരുടെ ചരിത്രം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈജിപ്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയിൽ ബനൂ ഇസ്രായേലുകാർ സീനാ മരുഭൂമിയിൽ കുറച്ചു കാലം താമസിച്ചിരുന്നല്ലോ. ആ കാലത്തുണ്ടായിരുന്ന ചില സംഭവങ്ങളാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് എന്ന പ്രവാചകന് അലൈഹിസ്സലാം ഇസ്രായേൽ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന്. ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ മക്കളിലൂടെയാണ് ബനൂ ഇസ്രായേൽ, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പര ബനൂ ഇസ്രായേൽ എന്ന പേരിൽ 12 ഗോത്രങ്ങളായി പിന്നീട് വളർന്നു വികസിച്ചു. ഈ 12 ഗോത്രങ്ങളിലെ ഓരോ ഗോത്രങ്ങളും അവരവരുടെ ആദ്യ പിതാവിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ എന്ന് പറഞ്ഞാല് 12 മക്കളുടെ പേരിൽ. ആരാണ് 12 മക്കൾ? ആശീർ, ദാൻ, ജാദ്, യിസ്സാക്കർ, യഹൂദ, നഫ്താലി, റൂബിൻ, ശംഊൻ,
സബൂലൂൻ, ലാവി, യൂസുഫ്, ബിന്യാമീൻ. ഇവരാണ് 12 മക്കൾ. ഇതാണ് ആ 12 മക്കളുടെ പേരുകൾ. ഇവരുടെ പേരിലാണ് പിന്നെ ആ ഗോത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഇവരാണ് ആ ഗോത്രങ്ങളുടെ ആദ്യ പിതാക്കളായി ഉണ്ടായിരുന്നത് അർത്ഥം. ഇതിൽ നമ്മൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ പിന്നീട് മഹാനവറുകളുടെ മക്കളായ അഫ്രായിം, മനസ്സ എന്നിങ്ങനെ 2 പേരിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും മൊത്തത്തിൽ ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ തന്നെയാണ് ആയി കണക്കാക്കി വരുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ മഹാനവറുകളുടെ 2 മക്കളെ പേരിൽ പിന്നെ അറിയപ്പെട്ടിരുന്നു, ശരി. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ബനൂ ഇസ്രായേലുകാർ 12 ഗോത്രങ്ങളായി തന്നെയാണ് ഗണിക്കപ്പെട്ടു വരുന്നത്, പറഞ്ഞു വരുന്നത്. ഈ ബനൂ ഇസ്രായേലുകാർ ഈ 12 ഗോത്രങ്ങളും സീനാ മരുഭൂമിയിൽ പല ഇടങ്ങളിലായി 40 കൊല്ലം ചുറ്റിത്തിരിഞ്ഞ കഥ നമ്മൾ സൂറത്തുൽ മാഇദ 26-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ ആ താമസം കഴിഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷമാണ് യൂശഅ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ഫലസ്തീൻ എന്ന ദേശങ്ങളിൽ ക്രമേണ അവർ കുടിയേറി പാർത്തത്. അള്ളാഹു ഇവരെ 12 ഗോത്രങ്ങളാക്കി വേർതിരിച്ചു. ഓരോ ഗോത്രത്തിന്റെയും മേൽനോട്ടം അതത് ഗോത്രത്തിന്റെ നേതാവിനാണ്. ഓരോ ഗോത്രത്തിന്റെയും നേതൃത്വം ആ ഗോത്ര തലവൻ ഏറ്റെടുക്കുന്നതോടുകൂടി സ്വാഭാവികമായി മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഉത്തരവാദിത്ത ഭാരം കുറയുന്നു, അല്ലേ? മാത്രവുമല്ല, അസൂയ കാരണം കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതുവഴി പ്രശ്നങ്ങളും തർക്കങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ഇങ്ങനെ ഈ ഒരു വിവിധ വിഭാഗങ്ങളായി തിരിച്ചത് കൊണ്ട് കഴിഞ്ഞിരുന്നു എന്നാണ്. ഉത്തരവാദിത്ത വികേന്ദ്രീകരണമാണ് നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? അപ്പൊ അവര് തമ്മിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തോളും. അതിനു പുറമെ നഖീബ് എന്നൊരു പേരിൽ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഓരോ ഗോത്രത്തിനും ഓരോ നേതാവിനെ മൂസാ നബി അലൈഹി ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേറെ നിശ്ചയിക്കും. ഗോത്രത്തലവൻ വേറെ ഉണ്ട്, നഖീബ് എന്ന പേരിൽ. നഖീബ് പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നഖീബ് എന്ന പേരിൽ ഒരാളെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ഹയ്യാനെ പോലുള്ള ആളുകൾ റഹ്മത്തുള്ളാഹി അലൈഹി. ആകട്ടെ, ഇനി നമ്മൾ പഠിക്കുന്ന 190 വിഷയം പറയാം. മരുഭൂമിയിൽ 40 കൊല്ലം അവർ ചുറ്റിത്തിരിഞ്ഞ സമയത്ത് നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. വല്ലാതെ ദാഹിച്ചു വലഞ്ഞ ബനൂ ഇസ്രായേലിന് കുടിക്കാൻ വെള്ളമില്ലാതിരുന്ന സമയത്ത് അവർ മൂസാ നബിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നമുക്ക് വെള്ളം വേണം, കുടിവെള്ളം വേണം. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം ഒരു കല്ലിൽ, അങ്ങനെ അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത്, ആ കല്ല് കാണില്ല, പാറ, ആ പാറയിൽ അടിക്കും. മൂസാ നബി അലൈഹി സ്വലാം അടിച്ചു. അടിക്കേണ്ട താമസം 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. 12 ഉറവകൾ, ഓരോ ഗോത്രത്തിനും ഓരോന്ന് എന്ന തോതിൽ ഓരോരുത്തർക്കും നിശ്ചയിച്ചു കൊടുത്തു. ഇത് നിങ്ങളത് ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഉറവകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ മരുഭൂമിയിൽ കഠിന ചൂടാണ് പലപ്പോഴും. അവിടുന്ന് രക്ഷപ്പെടാൻ മേഘങ്ങൾ കൊണ്ട് തണുത്ത് കൊടുത്തിട്ടുണ്ട്, പലപ്പോഴും മേഘത്തണൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കിട്ടാതായ സമയത്ത് ഭക്ഷണമായി മണ്ണും സൽവയും ഇറക്കി കൊടുത്തിട്ടുണ്ട്. മണ്ണ് എന്ന് പറഞ്ഞാല് ചെറിയ മരങ്ങളില് മഞ്ഞിൻ കഷ്ണങ്ങളെ പോലെ വീണിരുന്ന ഒരു ഭക്ഷ്യസാധനം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? പാലിനേക്കാൾ വെളുത്ത നിറമുള്ളതാണത്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ഒരുതരം കട്ടിത്തേൻ എന്നൊക്കെ നമുക്ക് പറയാം. മഞ്ഞിന് ഒരു തരം കട്ടിത്തേൻ എന്ന് പറയുന്നത് നമുക്ക് അർത്ഥം പറയാവുന്നതാണ്. മണ്ണും ഇറക്കി കൊടുത്തു, സെൽവയും ഇറക്കി കൊടുത്തു. സെൽവ എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷി പോലെയുള്ള ഒരു പക്ഷി, ആ പ്രദേശത്തുണ്ടായിരുന്ന ചെറിയ പക്ഷി, കാടപ്പക്ഷികൾ പോലെ. അപ്പൊ ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ ചെയ്തു കൊടുത്തിട്ടും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം ധിക്കാരം കാണിക്കുകയാണ് ചെയ്തത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. നമുക്ക് ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖത്തഅനാഹും 12 അസ്ബാതൻ ഉമമാ أوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم
وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون صدق الله العظيم وقطعناهم നാം അവരെ വിഭജിച്ചു ഇസ്നതൈ അശറത അസ്ബാതൻ ഉമമ 12 ഗോത്ര സമൂഹങ്ങളായി 12 വിഭാഗങ്ങളായി ഖത്ത മുറിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ അവരെ വിഭജിച്ചു. ഖത്തഅന നമ്മൾ വിഭജിച്ചു ഹും അവരെ ആരെ ബനു ഇസ്രായേലുകാരെ ഇസ്നതൈ അശറത 12 അസ്ബാതൻ ഗോത്രങ്ങളായി ഉമമൻ സമൂഹങ്ങളായി വിഭാഗങ്ങളായി 12 ഗോത്ര വിഭാഗങ്ങളായി നാം അവരെ വിഭജിച്ചു. വഹൈന നമ്മൾ സന്ദേശം നൽകുകയും ചെയ്തു ഇലാ മൂസാ നബി അലൈഹി സ്വലാം നമ്മൾ വഹയി നൽകി. എപ്പോ ഇദിസ്തസ്ഖാഹു മൂസാ നബി അലൈഹി സ്വലാമിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ഖൗമു അവിടുത്തെ ജനത മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖൗമ് ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ഇദിസ്തസ്ഖാഹു വെള്ളം ആവശ്യപ്പെട്ടപ്പോ നാം ബോധനം നൽകി. എന്താ വഹയി കൊടുത്തത്? അനിൽ നിങ്ങൾ അടിക്കണം മൂസാ നബിയെ ബിഅസാക നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് അൽ ഹജർ ആ കല്ല് ആ പാറ ആ കല്ലിന്മേൽ നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് അടിച്ചേക്കൂ. അപ്പൊ അടിച്ചപ്പോ എന്താ സംഭവിച്ചു? തത്സമയം ആ കല്ലിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. 12 ഉറവകൾ അപ്പോൾ പൊട്ടിയൊലിച്ചു. പൊട്ടിയൊലിച്ചു മിൻഹു ആ കല്ലിൽ നിന്ന് 12 ഐനൻ അരുവികൾ 12 അരുവികൾ ഒലിക്കുകയാണ്. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും എല്ലാ ആളുകളും തങ്ങൾക്ക് കുടിക്കുവാനുള്ള സ്ഥാനങ്ങൾ മനസ്സിലാക്കി. 12 ഉണ്ടല്ലോ, ഓരോരുത്തർക്കും നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഇന്നതാണ് കുടിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഖദ് അലിമ മനസ്സിലാക്കി കുല്ലു ഉനാസിൻ ഓരോ ആളുകളും മശ്റബഹും അവരവർക്ക് കുടിക്കേണ്ട സ്ഥലം ആയിരുന്നു. അതാണ് ഒരു നിയമത്ത്. അപ്പൊ വെള്ളം കിട്ടാതായ സമയത്ത് പെട്ടെന്ന് അടിക്കാൻ വേണ്ടി പറഞ്ഞു. അടിച്ചപ്പോൾ അതിന് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഒരുക്കി ഉറവ് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ മരുഭൂമിയിൽ കടുത്ത ചൂടാണ്. നാം അവർക്ക് മേഘത്തണലിട്ട് കൊടുത്തു, മേഘക്കുട ചൂടിക്കൊടുത്തു. അലൈഹിം അവർക്ക് നാം തണലിട്ട് കൊടുത്തു. അൽ ഗമാം മേഘത്തിന്റെ തണലിട്ട് കൊടുത്തു, മേഘത്തണൽ നൽകി. ഗമാം എന്ന് പറഞ്ഞാൽ മേഘം. ഇനി വേറെ നിയമത്ത് അവർക്ക് നാം മന്നു സെൽവം ഇറക്കിക്കൊടുത്തു. മഞ്ഞ കട്ടിത്തേൻ ഇറക്കിക്കൊടുത്തു. സെൽവ കാടപക്ഷിയെയും അയച്ചു കൊടുത്തു. വൻസെല്ലാണ് ഇറക്കി. രണ്ടുപേർക്ക് ഇറക്കി കൊടുത്തു ഭക്ഷണം കഴിക്കാൻ. നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാം നൽകിയ നല്ലത് ഭക്ഷിച്ചോളൂ. കുലു നിങ്ങൾ ആഹരിച്ചു കൊള്ളുക. മിൻ ത്വയ്യിബാത്തി നല്ലതിൽ നിന്ന് മാ റസഖനാകും നാം നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഇങ്ങനൊക്കെ ചെയ്തിട്ടും അവരുടെ നിലപാട് ധിക്കാരമായിരുന്നു. വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അതാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിന്റെ അർത്ഥം. അവരുടെ ധിക്കാരം സൂചിപ്പിക്കുകയാണ്. വമാ ളലമൂന നമ്മെ അവർ ഒരു ദ്രോഹവും ഏൽപ്പിച്ചിട്ടില്ല, നമ്മെ അവർ ദ്രോഹിച്ചിട്ടേ ഇല്ല. പക്ഷേ വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ അവർ അവരെ തന്നെയാണ് ദ്രോഹിച്ചിരുന്നത്. അവരുടെ ധിക്കാരം ഒക്കെ അവർ കാണിച്ചിരുന്നു എന്നത് ശരി. ആ കാണിച്ചത് കൊണ്ട് നമ്മളെ അവർ പ്രത്യേകമായി ദോഷം ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും വരാനില്ല. അവരെ തന്നെയാണ് ദ്രോഹിക്കുന്നത് ആ നന്ദിയോട് കാണിക്കുന്നത് മൂലം. വലാകിൻ പക്ഷേ കാനൂ അവരായിരുന്നു അംഫുസഹും അവരെ തന്നെ യദ്ലിമൂൻ ദ്രോഹിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു 12 ഉറവകൾ പൊട്ടിയ സംഭവം സൂറത്തുൽ ബഖറ 60 നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ വെച്ച് മേഘത്തിന്റെ തണൽ നൽകിയത്, അതേപോലെ മന്നും സൽവയും നൽകിയതിനെ കുറിച്ച് അതേ സൂറയിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ 57 നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. 161 162 ആയത്തുകൾ പഠിക്കുകയാണ്. ഇന്നെല്ലാ ആയത്തിൽ പറയുന്ന സംഭവവും നമ്മൾ സൂറത്തുൽ ബഖറ 58 59 പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിന് ചുരുക്കം ബൈത്തുൽ മുഖദ്ദസ് നല്ല ഫലസമൃദ്ധിയുള്ള നാടാണ് ഫലസ്തീൻ, അല്ലെ? എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരുമിച്ച് കൂടിയ ഒരു പുണ്യമായ ഭൂമി കൂടിയാണ്
പലസ്തീൻ ദേശം. ആ നാടാണ് ഇവർക്ക് അല്ലാഹുവിന്റെ വാഗ്ദത്തം ചെയ്ത് അങ്ങോട്ട് പോയിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളവരോട്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ആ നാട്ടിൽ പ്രവേശിക്കുമ്പോ ചില മര്യാദകൾ പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അവിടെ പോകാം, അവിടെ താമസിക്കാം, യഥേഷ്ടം ഭക്ഷണം കഴിക്കാം. പക്ഷെ ചില കടക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ എന്താണ്? ഒന്ന്, നിങ്ങൾ അങ്ങോട്ട് കടക്കുമ്പോൾ വിനയപുരസ്സരം തല താഴ്ത്തിയിട്ട് വേണം ആ പട്ടണത്തിന്റെ കവാടം കടക്കാൻ. മാത്രവുമല്ല, ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുകൂടി വേണം ആ കവാടം കടക്കാൻ. ഈ രണ്ട് മര്യാദകളാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് അവർ അതിനുള്ളിലേക്ക് കടക്കേണ്ടത്. പക്ഷേ അവരെന്താ ചെയ്തത്? അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ പറഞ്ഞതിന് നേരെ വിപരീതം പറഞ്ഞു ചെയ്തു. അല്ലാഹു തആല അവരോട് പറയാൻ പറഞ്ഞ വാക്കിന് നേരെ വിപരീതം പറഞ്ഞു. എന്തൊരു ധിക്കാരമാണ്! അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ കടുത്ത പരീക്ഷണങ്ങൾ നൽകി ശിക്ഷിച്ചു. പ്ലാഗ് രോഗം പിടിപെട്ടവർക്ക്, മഹാമാരി പ്ലാഗ്, നിരവധി പേർ മരിച്ചു എന്നാണ് മഹാന്മാരെ മുഫസ്സിരീങ്ങൾ ഇത് രേഖപ്പെടുത്തിയുള്ള പ്ലാഗാണ് അവരെ ബാധിച്ചത്. 1 മണിക്കൂറിൽ 20,000 പേർ മരിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1 മണിക്കൂറിൽ 20,000 മാറി. അത്രയും മാരകമായ രോഗമാണ് കടുത്ത ധിക്കാരത്തിന് അല്ലാഹു തആല ശിക്ഷയായി നൽകിയത്. 161-ാമത്തെ ആയത്ത്, 161-ഉം 162. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. وإذ قيل لهم, അവരോട് ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കൂ. ആ സന്ദർഭം എത്ര സ്മരണീയമാണ്. വഇദ്, ആ സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കൂ, എത്ര സ്മരണീയമാണ്. ഏതാ സന്ദർഭം? ഖീല ലഹും, അവരോട് നിർദ്ദേശിക്കപ്പെട്ടു. എന്ത്? ഉസ്കുനു, നിങ്ങൾ താമസിക്കണം. ഹാദിഹിൽ ഖറിയ, ഈ പട്ടണത്തിൽ, അതായത് ഖുദ്സിൽ, പലസ്തീനിൽ നിങ്ങൾ താമസിക്കണം. വകുലു മിൻഹാ, നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾ കഴിച്ചുകൊള്ളൂ. ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന്. വകുലു മിൻഹാ ഹൈസു ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് കടക്കാൻ താമസിക്കണം, അതിലേക്ക് പ്രവേശിക്കണം. ഖറിയ എന്ന് പറഞ്ഞാൽ പലസ്തീൻ നാട്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ള പ്രദേശം. വക്കുലു മിന്നാ ഹൈസു ശിഅ്തും, ഇഷ്ടമുള്ളിടത്ത് നിന്ന് ഭക്ഷിക്കുകയും ചെയ്തോളൂ. പക്ഷേ വക്കൂലു, നിങ്ങൾ പറയണേ, ആ പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പറയണേ, ഹിത്തത്തുൻ എന്ന് പറയണമേ. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പാപങ്ങൾ പുറത്തു തരണമേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ എന്നാണ് ഹിത്തത്തുൻ എന്ന വാക്കിനർത്ഥം. അങ്ങനെ ഹിത്തത്തുൻ എന്ന് പറഞ്ഞ് കടക്കാനാണ് അവരോട് പറഞ്ഞത്. അതുപോലെ തന്നെ വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ ആ വാതിൽ കടക്കുമ്പോ തല കുനിച്ചുകൊണ്ട് കടക്കണേ. നമ്രശിസ്കരായി വിനയം കാണിച്ചുകൊണ്ട് തല താഴ്ത്തിയിട്ട് വേണം കിടക്കാൻ. ശുദ്ധത എന്ന് പറഞ്ഞാൽ തല താഴ്ത്തിയിട്ട് തല കുനിച്ചുകൊണ്ട് കിടക്കണം, വിനയം കാണിക്കാൻ വേണ്ടി. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നഗ്ഫിർ ലക്കും ഖതീആതിക്കും, നിങ്ങളുടെ തെറ്റുകൾ നാം നിങ്ങൾക്ക് പുറത്തു തരാം. ഖതീആതിക്കും, നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാം എന്ന് മാത്രമല്ല, സനസീദുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകൾക്ക് നമ്മൾ ഏറെ തരുകയും ചെയ്യാം. മുഹ്സിനീങ്ങളായ ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്ത ആളുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകാം, നമ്മൾ ഏറ്റി നൽകാം, കൂടുതൽ നൽകാം. സനസീദു, ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്. എന്താ സംഭവിച്ച്? 162 നോക്കൂ. ഫബദ്ദലല്ലദീന ളലമൂ മിൻഹും ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, എന്നാൽ അവർ ചെയ്തതെന്താ? അവരിൽപ്പെട്ട അതിക്രമകാരികൾ തങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടതല്ലാത്ത ചില വാക്കുകൾ പകരമാക്കി. ബദ്ദൽ, അവർ മാറ്റിമറിച്ചു, പകരം കൊണ്ടുവന്നു. അല്ലദീന ളലമൂ, അവരെ കൂട്ടത്തിൽപ്പെട്ട അതിക്രമികാരികളായ ആളുകൾ മാറ്റിമറിച്ചു. ഖൗലൻ, ഒരു വാക്കിനെ, ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെടാത്ത, അവരുടെ ഹിത്തത്തുൻ എന്ന് പറയാനാ പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാക്കല്ലാത്ത മറ്റെന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ അതിനുള്ളിലേക്ക് കയറി. അങ്ങനെ അവർ ആ വാക്കിനെ മാറ്റിമറിച്ചു. ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ചു. അപ്പൊ നാം എന്ത് ചെയ്തു? ഫഅർസൽനാ അലൈഹിം റിജ്സൻ മിനസ് സമാ,
അപ്പോൾ നാം അവരുടെ മേൽ ആകാശത്ത് നിന്നുള്ള ശിക്ഷയിറക്കി, ശിക്ഷ അയച്ചു, റിജ്സൻ കടുത്ത ശിക്ഷ അയച്ചു, പ്ലാഗ് രോഗം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് ഇറക്കാൻ കാരണം? ബിമാ കാനൂ യദ്ലിമൂൻ, അവർ അതിക്രമം കാണിച്ചതുകൊണ്ട്, അവർ അതിക്രമം ചെയ്തതിന്റെ ഫലമായി കടുത്ത ശിക്ഷ നാം അവർക്ക് നേരെ അയക്കുകയുണ്ടായി. 163 കടക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ 65 66 ആയത്തുകളിൽ ചുരുക്കി പറഞ്ഞ സംഭവം വിശദമായി പറയുകയാണ് ഇനി അടുത്ത ആയത്ത്. എന്താ സംഭവം? ശനിയാഴ്ച സംഭവം എന്ന് നമുക്ക് പറയാം. ശനിയാഴ്ച മീൻ പിടിച്ച കഥ ഓർക്കണില്ലേ? മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ചെങ്കടൽ തീരത്തെ ഐലത്ത് എന്നൊരു സ്ഥലത്ത് യഹൂദികൾ താമസിച്ചിരുന്നു അത്രേ. ആ സ്ഥലം ഇപ്പോഴത്തെ ജോർദാനിലെ അഖബ തുറമുഖത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഐലത്ത്. അഖബ ഉൾക്കടൽ അറിയപ്പെടുന്നതും ഈ തുറമുഖത്തിന്റെ പേരിൽ തന്നെയാണ്. സ്ഥലം സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഈ ഐലത്ത് നാട്ടിൽ താമസിച്ചിരുന്ന ബനു ഇസ്രായേലുകാർ മീൻപിടുത്തക്കാരായിരുന്നു എന്നാണ്. മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. ശനിയാഴ്ച ദിവസം അവർ തൗറാത്തിന്റെ നിയമപ്രകാരം ശബ്ബത്ത് ആചരിക്കേണ്ട ദിവസമാണ്. ശബ്ബത്ത് എന്ന് പറഞ്ഞാൽ ശബ്ബത്തിൽ നിന്ന് പോകുന്നതാണ്. ശബ്ബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച എന്നാണ് ശബ്ബത്ത് പോകുന്നത്. അന്ന് ശനിയാഴ്ച ജോലിക്ക് പോകാൻ പാടില്ല. പ്രത്യേക ആരാധനാകർമ്മങ്ങൾ മാത്രം, ആ ആരാധനകളിൽ മാത്രം മുഴുകണം. അതനുസരിച്ചാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച എന്ന പോലെ യഹൂദികൾ ഇന്നും ശനിയാഴ്ച ഒഴിവ് ദിവസമായി ആചരിച്ചു വരുന്നത്. ശനിയാഴ്ച കച്ചവടം, വേട്ട, മീൻപിടുത്തതൊന്നും പാടില്ലായിരുന്നു. അത് സത്യത്തിൽ ഒരു ശിക്ഷയായിട്ടാണ് അത്ര ശനിയാഴ്ച ആക്കിയത്. അവർക്കും ആദ്യം അവരോട് പറഞ്ഞത് വെള്ളിയാഴ്ച തന്നെയായിരുന്നു എന്നാ. വെള്ളിയാഴ്ച ആരാധനകൾ മാറ്റിവെക്കാൻ അവരോട് ആദ്യം പറഞ്ഞിരുന്നത്. കാരണം വെള്ളിയാഴ്ചയോടെ നല്ലൊരു ദിവസം അള്ളാന്റെ ദുനിയാവിലില്ലല്ലോ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച, അല്ലെ? അപ്പൊ ആദ്യം അവർക്കും വെള്ളിയാഴ്ച തന്നെയാണ് അത്ര കൊടുത്തിരുന്നത്. പക്ഷേ ആ ഓർഡർ, ആ കൽപ്പന അവർ അംഗീകരിച്ചില്ല. എന്താ വെള്ളിയാഴ്ച വേണ്ട, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അമ്പിയാക്കളോട് അവർ കയർത്ത് സംസാരിച്ചു, തർക്കമായി. എന്നാ പിന്നെ ശനിയാഴ്ച എന്നായിക്കോട്ടെ, ശനിയാഴ്ച. പക്ഷെ ഒരു പണിയും പാടില്ല ശനിയാഴ്ച. ഫുൾ ടൈം ഇബാദത്തായിരിക്കണം. ഇബാദത്തുകളൊന്നും കൃത്യമായ ദിവസേന ചെയ്യാത്ത ആളുകളായത് കൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി പറയണം അല്ലാഹു തആല. ഫുൾ ടൈം ഒരു ദിവസം ഇബാദത്തിന് വേണ്ടി മാത്രം. നമ്മളങ്ങനെയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എല്ലാ ദിവസവും വെള്ളിയാഴ്ച അടക്കം നമുക്ക് നമ്മളെ പരിപാടികൾ എടുക്കാം, ജോലി ചെയ്യാം. പക്ഷേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മാത്രം നിസ്കരിച്ചാൽ മതി. വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ മാത്രം എല്ലാ പരിപാടികളും നിർത്തി ജുമാക്ക് പോയാൽ മതി. അതുവരെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലേ? നമ്മൾ കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് അങ്ങനെ ഇളവ് തന്നതാണ്. സൂറത്തുൽ ജുമഅയിൽ 9 10 ഉണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ബാങ്ക് വിളിച്ചാൽ അപ്പൊ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം, കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പൊ നിർത്തിയാൽ മതി എന്നർത്ഥം. നിസ്കാരം കഴിഞ്ഞാലോ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം, നമ്മുടെ ജോലി ചെയ്യാം, നമ്മുടെ വരുമാന മാർഗങ്ങൾ അന്വേഷിക്കാം. നമ്മൾക്ക് അങ്ങനെയാണ്. നമ്മൾ കൃത്യമായി ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ. മറ്റേ ആളുകൾ, ഈ ജൂതന്മാരത് കൃത്യമായി കൊണ്ടു നടക്കാത്ത അമ്പിയാക്കളോട് തർക്കിച്ചത് കാരണം, ഇബാദത്തുകളും നിഷ്കർഷ പുലർത്താത്ത കാരണം ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചു ശനിയാഴ്ച. വെള്ളിയാഴ്ച നമ്മുടെ പ്രത്യേകതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഒരു ഹദീസുണ്ട്. നഹ്നുൽ ആഖിറൂൻ, നമ്മൾ ഏറ്റവും അവസാനത്തെ സമുദായമാണ്. ശരി, പക്ഷേ അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുമ്പന്തിൽ നമ്മളായിരിക്കും. സ്വർഗ്ഗത്തിൽ കടക്കണ ആദ്യം നമ്മളായിരിക്കും. അവസാനം വന്നവരാണ്, പക്ഷേ ഖിയാമത്തിൽ നമ്മൾ മുമ്പന്മാരാണ്. ബൈദ അന്നഹും ഊതുൽ കിതാബ മിൻ ഖബ്ലിന, സത്യത്തിൽ മുമ്പുള്ള സമുദായക്കാർക്കാണ് കിതാബ് നേരത്തെ കിട്ടിയത്. നമുക്ക് കിതാബ് കിട്ടിയത് ശേഷമാണ്. എന്നാലും നമ്മൾ ആഖിറത്തിൽ മുമ്പിലായിരിക്കും. അല്ല, ഖുർആൻ നമുക്ക് അവസാനം കിട്ടിയത്. അതിന് മുമ്പ് തൗറാത്തും ഇഞ്ചീലും സബൂറൊക്കെ കിട്ടിയിട്ടില്ലേ? പക്ഷെ നമ്മൾ അവസാനത്തെ ആളുകൾ. എന്നാൽ നമ്മൾ അവിടെ ആഖിറത്തിൽ സാബിഖൂനായിരിക്കും, മുമ്പിലായിരിക്കും. വഹാദ, ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം യൗമുഹും അല്ലദീ ഫുരിള അലൈഹിം, ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം ജൂതന്മാർക്ക് നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു, അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തു. പക്ഷെ ഫഖ്തറഫു ഫീഹി, അതിലവർ ഭിന്നാഭിപ്രായക്കാരായി, അവർ അംഗീകരിക്കാതെയായി. അതൊക്കെ പറഞ്ഞു, തർക്കുത്തരം പറഞ്ഞു. അപ്പോ ഫഹദാനല്ലാഹു ലഹു, ആ വെള്ളിയാഴ്ചയെ അള്ളാഹു നമുക്ക് തന്നു.
അങ്ങനെ ഫഹും ലനാ ഫീഹി തബഉൻ, യഹൂദികൾ നമ്മളെ ശേഷം അവർ ശനിയാഴ്ച അവരുടെ കാര്യങ്ങൾ നോക്കും. ഫൽ യഹൂദു ഗദൻ, യഹൂദികൾ നാളെ, വന്നസാറ ബഅദ ഗദിൻ, നസറാക്കൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച അവർക്ക് അള്ളാഹു തആല ആദ്യം നിശ്ചയിച്ചു കൊടുത്തു, പക്ഷെ അവർ അംഗീകരിച്ചില്ല. അപ്പൊ എന്തായി? അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നു, നമ്മളെ ശേഷം അവർ പിന്തുടർന്നു വരുന്ന രീതിയിലാക്കി. അതായത് നാളെ യഹൂദികളും മറ്റന്നാൾ ക്രിസ്ത്യാനികളും, ശനിയാഴ്ച യഹൂദികളും ഞായറാഴ്ച ക്രിസ്ത്യാനികളും. ഇമാം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത, മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് സ്വഹീഹ് മുസ്ലിം. അപ്പോ ഇങ്ങനെ ശനിയാഴ്ച പരിപാടി ഉണ്ട് അവർക്ക്. ഇന്നും ജൂതന്മാർ അങ്ങനെ തന്നെയാണ്. ഫ്രീഡേ, അതായത് അത് വിശ്രമമാണെന്ന് ശനിയാഴ്ച. പ്രത്യേകം പ്രാർത്ഥനയുണ്ട്, ആതിഥ്യമുണ്ട്, ചപ്പാത്ത് ഫുഡുണ്ട്, അന്ന് ടി വിയും കാര്യങ്ങളൊക്കെ ഓഫാക്കും എല്ലാം. പിന്നെ രാത്രി മുതലൊക്കെ, വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ പ്രത്യേക ആരാധനകളാണ് ശനിയാഴ്ച രാത്രി വരെ. പക്ഷെ കാരണം പുതിയതാണ് അവർ പറയാം. അവർ നമ്മളിപ്പോൾ പറഞ്ഞ കാരണം പറയില്ല. അള്ളാഹു തആല ആദ്യം അവർക്ക് വെള്ളിയാഴ്ച കൊടുത്തു, അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ശനിയാഴ്ചയിലേക്ക് മാറ്റിയത് ഫുൾ ടൈം ആയിട്ട് എന്ന കാരണം അവരിപ്പോൾ പറയില്ല. അവർ വേറൊരു പച്ച നുണയാണ് കാരണം പറയുന്നത് ശനിയാഴ്ച ആചരിക്കുന്നതിന്. എന്താണെന്നറിയോ? അവർ പറഞ്ഞെന്താ? അള്ളാഹു തആല ലോകം പടക്കാൻ തുടങ്ങിയത് ഞായറാഴ്ചയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ടാണ് പടപ്പ് പൂർത്തിയാക്കിയത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 6 ദിവസം. ഈ 6 ദിവസം കഴിഞ്ഞപ്പോ അള്ളാഹു തആല 7ാമത്തെ ദിവസം വിശ്രമിച്ചത്രേ ശനിയാഴ്ച. അള്ളാഹു തആല ക്ഷീണിച്ചിരുന്നു, അതുകൊണ്ട് വിശ്രമിച്ചു. ആ ഒരു ഓർമ്മക്ക് അടിമകളും അന്ന് വിശ്രമിക്കാനും മറ്റു പണികൾക്കൊന്നും പോകാതെ ഇബാദത്തുകൾക്ക് മാത്രമായി ഒഴിഞ്ഞു വെക്കാനും അള്ളാഹു തആല നിശ്ചയിച്ചു. പച്ചക്കള്ളം പറയാം അള്ളാഹുവിനെ. അള്ളാഹു ഈ ലോകം മുഴുവൻ പടച്ചിട്ട് ക്ഷീണിച്ചു പോയി, എന്നിട്ട് 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അതുകൊണ്ട് നമ്മളും പണിക്ക് പോകാതെ വിശ്രമിക്കണം, അള്ളാഹുവിന്റെ ഇബാദത്ത് മാത്രം എടുക്കണം. യാ അല്ലാഹ്, നഊദു ബില്ലാഹ്. അള്ളാഹു അതിന് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ 38ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. അല്ലാഹു കൃത്യമായ മറുപടി കൊടുക്കാൻ. നിങ്ങൾക്ക് സൂറത്തു ഖാഫിലെ 38ാമത്തെ ആയത്താണിത്. സൂറത്തു ഖാഫിലെ 38ാമത്തെ ആയത്ത്. നമ്മൾ ആകാശഭൂമികളെ, ഈ പ്രപഞ്ചത്തെ 6 ദിവസം കൊണ്ട് പടച്ചു. വമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരു ക്ഷീണവും നമുക്ക് പറ്റിയിട്ടില്ല. അവർ വെറുതെ പറയാം അല്ലാഹു തആല ക്ഷീണിച്ചു, എന്നിട്ട് വിശ്രമിച്ചു. നഊദു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? വമാ മസ്സനാ മിൻ ലുഗൂബ്. അപ്പോ യഹൂദികൾ വെള്ളിയാഴ്ച അങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ, ആളുകൾ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ശനിയാഴ്ചയെ ഈ ഒരു ദുർന്യായം പറഞ്ഞിട്ട് പിന്നെ അത് ആചാരമായി ഉണ്ടാക്കി. നസാറാക്കൾ ഞായറാഴ്ച തുടങ്ങുന്നത് എന്താണെന്നറിയോ? അന്നാണ് അള്ളാഹു തആല പ്രപഞ്ചം പടക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞായറാഴ്ച തുടങ്ങിയത് കൊണ്ട് അവർ ഞായറാഴ്ച ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നൊക്കെ അവർ പറയാം. എന്താണ് പറയണ്ടേ? യാ അല്ലാഹ്, സത്യത്തിൽ അവർ വെള്ളിയാഴ്ചയാണ് അവർക്ക് കൊടുത്തിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് അംഗീകരിക്കാതെ, പ്രവാചകമായി പറഞ്ഞത് കേൾക്കാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പല ന്യായങ്ങളും പറഞ്ഞിട്ട് എന്നാ പിന്നെ ഞായറാഴ്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു തആല അങ്ങനെ ശിക്ഷയായിട്ട് കൊടുത്താണ് ഞായറാഴ്ച മുഴുവൻ ഒഴിഞ്ഞിരിക്കുന്നത്, പറഞ്ഞത് കേൾക്കാനിട്ട്. ആട്ടെ, അപ്പൊ ശനിയാഴ്ച ഒരു ഏർപ്പാടോ കച്ചവടമോ ഒന്നും പറ്റൂല. ഈ കടലിന്റെ വക്കത്ത് താമസിച്ചിരുന്ന അയലത്തുകാരായ ആളുകൾക്ക് ഇത് വലിയ പ്രയാസമായി. ഒരു മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. പൊതുവെ യഹൂദികൾക്കൊരു സ്വഭാവമുണ്ട്. മതപരമായ കൽപ്പനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സൂത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ മിടുക്കന്മാരാണവർ. ഒഴിഞ്ഞു മാറും, സൂത്രങ്ങൾ, കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട്. ജൂതന്മാർ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലേ? പലപ്പോഴും ഇങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഉപായങ്ങൾ സ്വീകരിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് അള്ളാഹു തആല പിടികൂടിയിട്ടുണ്ട്. അതൊരു സ്ഥിരം ഏർപ്പാടാണ്. അതുകൊണ്ട് ഇവിടെയും അള്ളാഹു വരെ ഒരു പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ്. ആ കഥ അവരോട് തന്നെ ചോദിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് അള്ളാഹു തആല. എന്തിന്? അവരുടെ പൂർവികരായ ആളുകളുടെ കഥകൾ, പഴയ ധിക്കാരത്തിന്റെ കഥകൾ അവർ ഓർമ്മപ്പെടുത്താൻ. ശനിയാഴ്ച മീൻ പിടിക്കുന്ന പണിക്ക് പോകരുതെന്നാണ് നിയമം. പക്ഷേ
ആ ആ ദിവസമാണെങ്കിൽ മീനുകൾ ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ മറി, വെള്ളത്തിന് മീതെ മീനുകൾ ഇങ്ങനെ വന്ന് തുള്ളിക്കളിക്കും. നിറയെ മീന് ശനിയാഴ്ച, വേറുള്ള ദിവസങ്ങളൊന്നും അങ്ങനെ വരൂല. ഇതിങ്ങോട്ട് കണ്ടപ്പോ ഇവർക്ക് സഹിക്കാൻ പറ്റാതായി. റബ്ബ് പരീക്ഷിക്കുകയാണ് അവരെ, അവരുടെ നിലപാട് എന്താണെന്ന് നോക്കാൻ. മീനിങ്ങനെ മുന്നിൽ വന്ന് മറിയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അവസാനം എന്ത് ചെയ്തു? ഒരു സൂത്രം പാലിച്ചു. എന്താ സൂത്രം? കടലിന്റെ കരയിൽ കുറെ കുഴികൾ ഉണ്ടാക്കി. കുഴികൾ ഉണ്ടാക്കിയിട്ട് ആ കുഴികളിൽ നിന്ന് ചാലുകൾ കയറി കടലിലേക്ക്. ചാല് കയറി അപ്പൊ എന്താവും? ശനിയാഴ്ച ദിവസം ആവുമ്പോ ആ ചാലിലൂടെ കടലിൽ നിന്ന് കുറെ മീനുകൾ ഇതിൽക്കണം വരും, ഈ കുഴിക്ക് വരും. വന്നു കഴിഞ്ഞാൽ അവർ ആ കുഴിയെ അടക്കും, കടലിലേക്ക് പോകാനുള്ള വഴി പിന്നെ അടക്കും. എന്നിട്ട് ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ അല്ലെങ്കിൽ പിറ്റേന്ന് ഞായറാഴ്ച കുഴികളിൽ നിന്ന് ആ മീനും പിടിക്കും. എന്തുണ്ടായി? ശനിയാഴ്ച മീൻ പിടിച്ചു വെച്ചാൽ മീൻ പിടിച്ചിട്ടില്ല. ശനിയാഴ്ച മീൻ പിടിക്കുന്ന ജോലിക്ക് പോയോ എന്ന ആരോപണത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അതേസമയം അവർക്ക് മീൻ കിട്ടുകയും ചെയ്തു. ചാലുകൾ അടച്ച് മീൻ പിടിച്ചിരുന്ന ആ കുതന്ത്രം അള്ളാഹു അവരോട് പറഞ്ഞതിന് അക്ഷരത്തിൽ അല്ലെങ്കിലും അർത്ഥത്തിൽ അവർ ലംഘിച്ചു. ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതുന്നുണ്ട്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തായിരുന്നു ഇത് സംഭവം. ഇബ്ലീസ് അവർക്ക് അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തു എന്നാ. ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നല്ല നിങ്ങളോട് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ കുഴികൾ ഉണ്ടാക്കി വെച്ചോളൂ. ഇവർ പിന്നെ എല്ലാവർക്കും ഉപദേശിക്കാൻ പോണ ആളാണല്ലോ. ഇങ്ങനെ അവർ ധിക്കാരം കാണിച്ചപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് ഇനി അള്ളാഹു തആല പറയുന്നു. എന്ത് സംഭവിച്ചു? കാലക്രമേണ ശനിയാഴ്ച മീൻ പിടിക്കാൻ തുടങ്ങി. ഇവരിങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ച് മെല്ലെ പിടിക്കാൻ തുടങ്ങി. ക്രമേണ എന്താ, ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. 163 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്അൽഹും അനിൽ ഖറിയത്തിൽ ലത്തി കാനത് ഹാദിറത്തൽ ബഹരി യഅദൂന ഫിസ്സബ്ത് ഇദ് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർആ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. വസ്അൽഹും, നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ കാലത്തുള്ള ജൂതന്മാരോട് ചോദിച്ചു നോക്കൂ. അനിൽ ഖറിയ, ഒരു നാട്ടുകാരെ കുറിച്ച്, ഒരു നാടിനെ കുറിച്ച്. അല്ലത്തി കാനത് ഹാദിറത്തൽ ബഹരി, കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ ഒരു നാടിനെ കുറിച്ച്, ഒരു പട്ടണത്തെ കുറിച്ച് അവരോട് ചോദിച്ചു നോക്കൂ. ഹാദിറത്തൽ ബഹരി എന്ന് പറഞ്ഞാൽ കടലിന് മുമ്പിൽ. അപ്പൊ കടലിന്റെ പരിസരത്ത്, കടലിന്റെ തീരത്തുണ്ടായിരുന്ന ആ നാട്ടുകാരെ കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, ആ നാടിനെ കുറിച്ച് ചോദിച്ചു നോക്കൂ. എന്താണ് അവർ ചെയ്തത്? ഇത് യഅദൂന ഫിസ്സബ്തി, ഇത് യഅദൂന, അവർ അതിക്രമം കാണിച്ചിരുന്നതിനെ പറ്റി. ഫിസ്സബ്തി, ശനിയാഴ്ച ദിവസം, ശനിയാഴ്ച അതിക്രമം പ്രവർത്തിച്ചതിനെ കുറിച്ച് അവരോട് ചോദിച്ചു നോക്കൂ. ഇത് അതായത് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർആ, ശനിയാഴ്ച നാൾ, ശബ്ബത്ത് നാൾ ആചരിക്കുന്ന ദിവസം മത്സ്യങ്ങൾ കൂട്ടമായി വെള്ളത്തിന് മീതെ പൊങ്ങി വരുമായിരുന്നു. ഇത് തഅതീഹിം, അവരുടെ അടുക്കൽ വരുമായിരുന്നു. ഹൈതാനുഹും, അവരുടെ മീനുകൾ. യൗമ സബ്തിഹിം, അവരുടെ ശബ്ബത്തിന്റെ ദിവസം, ശബ്ബത്തിന്റെ ദിവസം. ശുർആൻ, കൂട്ടമായി മീനുകൾ ഇങ്ങനെ വരും. എന്നാ ശനിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിലോ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം, ശനിയാഴ്ച അല്ലാത്ത ശബ്ബത്ത് ആചരിക്കാത്ത ദിവസങ്ങളിൽ മീനുകൾ അങ്ങനെ വരികയുമില്ല. വയൗമ ലാ യസ്ബിതൂന, അവർ ശബ്ബത്ത് ആചരിക്കാത്ത ദിവസങ്ങളിൽ, ഇങ്ങനെ മറ്റു ദിവസങ്ങളിൽ, ലാ തഅതീഹിം, ആ മീനുകളോട്ട് വരൂല്ല. കദാലിക, അങ്ങനെ, നബ്ലൂഹും, നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ അധർമ്മം പ്രവർത്തിച്ചത് കാരണം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അത് അവരെ കാര്യല്ലേ, അവരെ പറ്റി നമ്മളോട് പറഞ്ഞു തരണ്ടേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ നമ്മൾ ശ്രമിക്കേണ്ട നമ്മളോട് കൂടിയുള്ള ആഹ്വാനമാണിത്. നമ്മളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം ഈ ആയത്തിൽ സംഭവം. നമുക്കിതുപോലൊരു സ്വഭാവമുണ്ട്, മനസ്സിലായ നിങ്ങൾക്ക്? ചെറിയ പഴുതുകൾ അന്വേഷിച്ച് ദീനിന്റെ നിയമങ്ങളെ, ശരീഅത്തിന്റെ നിയമങ്ങളെ മറികടക്കാൻ നോക്കുന്നൊരു സ്വഭാവം. ഏറ്റവും പ്രധാനമായ അതിൽ സക്കാത്തിന്റെ കാര്യത്തിൽ, സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തില്, പലിശ ഇടപാടുകളില്, ഇതിലൊക്കെ മതനിയമങ്ങൾ പാലിച്ചു എന്ന് നമ്മൾ വരുത്തി തീർക്കും. അതോടൊപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൗശലങ്ങളും തന്ത്രങ്ങളും മെനയുകയും ചെയ്യും. അറിയുന്ന ആളുകൾ തന്നെ, പഠിച്ച ആളുകൾ തന്നെ അങ്ങനെ ചെയ്യാം. എന്താ ചെയ്യാം? മഹാമോശം ഏർപ്പാടാണെന്ന് മനസ്സിലാക്കി തരണം അല്ലാഹു ഇങ്ങനെ പറയുന്നത്. മഹാമോശമാണെന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇവർക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കാം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെയുണ്ട്, യഹൂദികൾ ചെയ്തിരുന്നത് പോലെ മനുഷ്യന്മാരെ നിങ്ങൾ ചെയ്യരുത് ട്ടോ എന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട്. അവർ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യരുത്. അതായത് ഹറാമാക്കിയ കാര്യങ്ങൾ ചീപ്പായ ഉപായങ്ങൾ വഴി നിങ്ങൾ ഹലാലാക്കരുത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമുണ്ട്. എന്താണ് ഈ സംഭവം? മദനി സൂറയായ അൽ ബഖറയിൽ ചുരുക്കി പറഞ്ഞു. അതേസമയം ഈ സൂറത്ത് ആറാഫിൽ, മക്കി സൂറയാണ് ആറാഫ്, മക്കിയായ സൂറയായ ആറാഫിൽ അത് വിശദീകരിച്ചുമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകളെയാണ് നമ്മൾ മദനി എന്ന് പറയാം. അതാണ് അൽ ബഖറ. അതിൽ ചുരുക്കി പറഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ആറാഫ് മക്കിയയാണ്, മക്കയിൽ അവതരിച്ചതാണ്, ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ചതാണ്. അതിൽ അല്ലാഹു തആല വിശദമായി പറയുകയും ചെയ്തു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിന്റെ മുനയൊടിക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. എന്താണ്? അന്നും ഇന്നും പലരും പറഞ്ഞു നടക്കാറുള്ള ഒരു ആരോപണമാണ്, ആദ്യകാലത്തുള്ള കഴിഞ്ഞ കാലത്തുള്ള സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ വേദക്കാരായ ആളുകളുമായി ചർച്ച ചെയ്ത് അവരിന്ന് കേട്ടതനുസരിച്ച് എഴുതിണ്ടാക്കുകയാണ്. വേദക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതും കണ്ടുമുട്ടുന്നതും എപ്പോഴാണ്? മദീനയിൽ ചെന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇടപഴകാൻ അവസരം ലഭിക്കുന്നത്. അതിനുമുമ്പ് മക്കയിലല്ലേ താമസിച്ചത്? മക്കയിൽ അവരില്ലല്ലോ. മക്കയായ സൂറത്തുൽ ആറാഫിൽ ഈ വിഷയം വിശദമായി പറയുന്നു. മദനിയായ ബഖറയിൽ ചുരുക്കി പറയുന്നു. എന്താ കാരണം? ഇത് മനസ്സിലാക്കണം. എന്ത്? ഈ പറയുന്നതൊക്കെ യഹൂദികള് അവര് വേദഗ്രന്ഥത്തിലുള്ളത് അവരെടുത്ത് പോയി പഠിച്ചിട്ട് പറയുകയല്ല, അല്ലാഹു തആല വഹി ഇറക്കിയിട്ട് പറയുകയാണ്, അല്ലാഹു തആല അറിയിച്ചതനുസരിച്ച് കൊണ്ട് പറയുകയാണ്. യഹൂദികളുമായി ഇടപഴകിയതിനു ശേഷം കിട്ടിയതല്ല ഈ വിവരങ്ങൾ. യഹൂദികളും നസാറാക്കളുമായി മദീനയിൽ ചെന്നതിന് ശേഷം കിട്ടിയ വിവരങ്ങളല്ല ഇത്. അതിനു മുമ്പേ മക്കയിലുള്ള കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ആരോപണം നടത്തുന്നത് ശുദ്ധമായ നുണ പറയുകയാണ്. അതിന്റെ തെളിവാണ് ഈ സംഭവം. മക്കിയായ സൂറത്തുകളിൽ ചുരുക്കി പറഞ്ഞ ശേഷം മദനി സൂറത്തുകളിൽ സംഭവങ്ങൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അവരെ വാദത്തിനാണെങ്കിൽ പോലും, വാദത്തിനെങ്കിലും നമ്മൾ സമ്മതിച്ചു കൊടുക്കായിരുന്നു, സത്യമല്ലെങ്കിൽ പോലും, അല്ലേ? മക്കത്തുനിന്ന് ചുരുക്കി പറഞ്ഞു, മദീനത്തിൽ നിന്ന് വിശദമായി പറഞ്ഞു. എന്നാ പിന്നെ അവര് പറഞ്ഞ വാദം അംഗീകരിക്കാനെങ്കിലും എന്ന് പറയായിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്, തിരിച്ചാണ്. മക്കത്ത് വിശദീകരിച്ച് പറഞ്ഞു, മദീനയിൽ ചുരുക്കി പറഞ്ഞു. മുൻകാല സംഭവങ്ങൾ അധികവും മക്കിയായ സൂറകളിലാണ് കൂടുതൽ വിശദീകരിക്കപ്പെട്ട് കാണുന്നത്. ചില സംഭവങ്ങൾ മക്കിയായ സൂറത്തുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വരെ കാണാം. അതൊക്കെ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ട് വഹി അറിയിച്ചതനുസരിച്ച് പറയുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. സൂറത്ത് യൂസുഫിലെ ആ ഒരൊറ്റ വിവരണം, ചരിത്ര സംഭവം തന്നെ ഈ കാര്യം വേണ്ടത്ര മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നതിന് പുറമെ ഒരു നിഷ്പക്ഷ ബുദ്ധിക്ക് വേറെ തെളിവിന്റെ ആവശ്യമേ ഇല്ല. ഇതുകൊണ്ട് ഇതും കൂടി സൂചിപ്പിച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉമ്മി എന്ന്, അക്ഷരജ്ഞാനമില്ലാത്ത ആൾ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത്. കിതാബ് നോക്കാനോ വായിക്കാനോ പറഞ്ഞു കേൾക്കാനോ ഒന്നും പിന്നെ സൗകര്യപ്പെടാത്ത ആളാണ്, അക്ഷരജ്ഞാനമില്ലാത്ത ആളാണ്. അല്ലാഹു പറഞ്ഞു കൊടുത്തനുസരിച്ച് പറയുകയാണ്. സൂറത്ത് യൂസുഫിലെ ആ കഥയൊക്കെ എത്ര മനോഹരമായിട്ടാണ് വിശദമായി വിശദീകരിച്ചത്. അഹ്സനൽ ഖസസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ആയിക്കോട്ടെ. ഏതായാലും ബനൂ ഇസ്രായേലുകാർ ഇങ്ങനെ ശനിയാഴ്ച മീൻ പിടിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോ, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചപ്പോ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവരെ ശിക്ഷിച്ചത് എന്നൊക്കെയാണ് ഇനി അടുത്ത പേജിലുള്ള ആയത്തുകളിലുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. ഇങ്ങനെ ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പഠിച്ച പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കേട്ടതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കാൻ റബ്ബേ, മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളെല്ലാ ബന്ധപ്പെട്ടവരുടെയും തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം. അല്ലാഹ്, രോഗങ്ങളുള്ള ആളുകളുടെ ശഫിയാക്കാൻ റഹ്മാനെ, പഠിച്ചവനെ, ഞങ്ങളെല്ലാവരുടെയും ദീനും ദുനിയാവും നാശം രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, ഞങ്ങളിതിന് റെഫർ ചെയ്തവർക്ക് എല്ലാവർക്കും ഖൈർ നൽകണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ എല്ലാവർക്കും സലാമത്തും ശിഫയും റാഹത്തും സന്തോഷവും നൽകണം. അല്ലാഹ്, എല്ലാ ആപത്തും മുസീബത്തും അവരെയും ഞങ്ങൾ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. സ്വർഗത്തിലെ ഉന്നത അർജകൾ നൽകണേ, നരകത്തിൽ കാക്കാൻ റഹ്മാനെ. എന്റെ ഖുർആനിനും ദീനിനും ഇൽമിനും ഇഖ്ലാസോടുകൂടി
ഖിദ്മത്ത് ചെയ്യേണ്ട അവസരം നൽകണം റബ്ബെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحمهما كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والله دعاتنا. السلام عليكم ورحمة الله وبركاته.